പക്ഷേ എന്നിട്ടും എനിക്ക് നിന്നെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മോളെ. എല്ലാം കേട്ടു നിൽക്കാനല്ലേ എനിക്ക് പറ്റുന്നുള്ളൂ. അതോർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം വന്നാ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടതും കൂടെ നിർത്തേണ്ടതും അച്ഛനാണ്. പക്ഷേ ഇവിടെ അച്ഛന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മകള് കഷ്ടപ്പെടുക. പ്രശ്നം ആരുടെ ആയാലും അത് പരിഹരിക്കല്ലേ ചെറിയച്ച നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് വേണ്ടതും ഞാൻ ആഗ്രഹിക്കുന്നതും ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും മാത്രമാണ്. നമ്മുടെ ഈ കുടുംബത്തിന്റെ പേരിനോ പ്രശസ്തിക്കോ ഒരു കോട്ടം വരരുത്. അതിനു വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും. അതെനിക്കറിയാം മോളെ. പക്ഷേ ഇപ്പൊ എല്ലാത്തിനും കാരണം ഞാനല്ലേ. അങ്ങനെയൊന്നും കരുതണ്ട ചെറിയച്ച. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണം. അവരെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാനാ ഞാനും നോക്കുന്നത്. പക്ഷേ അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വേണം. അതുകൊണ്ടാ ഞാൻ ഈ കഷ്ടപ്പെടുന്നൊക്കെ. അത് എനിക്കറിയാം മോളെ. പറയുന്നവർ പറയട്ടെ, നീ അതൊന്നും കാര്യമാക്കണ്ട. അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ തെറ്റുകാരിയാവൂ മോളെ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് വേണ്ടി ഏതൊക്കെ ചെയ്യുന്നതെന്നും എനിക്കറിയാം. മറ്റുള്ളവർ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. പിന്നെ നിന്റെ ചെറിയമ്മ, അവളൊരു വാ പോയ കോളാലിയാ. മോളതൊന്നും കാര്യമാക്കണ്ട. ഇന്ന് എനിക്കെതിരെ സംസാരിച്ചത് ചെറിയച്ച മാത്രമല്ലല്ലോ ചെറിയച്ച. എല്ലാരും ചേർന്നല്ലേ എനിക്കെതിരെ നിന്നത്. മോള് വിഷമിക്കണ്ട. നീ വേദനിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോളെ. എന്നെ ഓർത്ത് മോളത് മനസ്സിൽ നിന്ന് കളയണം പ്ലീസ്. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? അപ്പൊ അച്ഛന് വേണ്ടിയാണ് പൂർണിമ ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത്. കുടുംബത്തിന്റെ അഭിമാനം കളയുന്നത് പോലെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ കാര്യം ചെറുതല്ല, എന്തോ വലിയ പ്രശ്നമാണ്. അതെന്തായാലും കണ്ടുപിടിക്കണം. എന്നിട്ട് അത് വെച്ച് പൂർണിമ എന്റെ പരിധിക്ക് കൊണ്ടുവരണം. എന്തായാലും ഈ അഷിത അത് കണ്ടുപിടിച്ചിരിക്കും. ഇനി വൈകില്ല.